Praise the Lord. എല്ലാ മാന്യ ദൈവമക്കൾക്കും യേശുവിൻ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഈ ലൈവിലൂടെ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാ സഹകരണങ്ങൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ട ലൈവിലൂടെ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഇന്ന് ഈ ഉച്ചയ്ക്ക് തിരിഞ്ഞുള്ള ഈ സമയത്തും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ലൈവിൽ എത്തുന്നത്. എൻ്റെ സൗണ്ട് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ മെൻഷൻ ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ പേജിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. സെർമൺ ഓൺ ദ മൗണ്ട്, ഗിരിപ്രഭാഷണം എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മെസ്സേജ് ചെയ്യുമെന്ന് ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു. എന്നാൽ ആ സന്ദേശവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് പകലിലും ദൈവവചനം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നു മുതൽ എല്ലാ ദിവസവും ഇങ്ങനെ ഈ സന്ദേശവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുവാൻ കർത്താവ് നമുക്ക് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളുന്നു. കാണുന്ന 4 പേർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേകരെ ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും കാണും, വാച്ച് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇവിടെ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്, അത് ഞങ്ങൾ വീഡിയോ ഒരിക്കലൂടെ നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് അവസരം ഒരുക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പല പ്രശ്ന കലുഷിതമാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ലോക ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലും ദൈവത്തിന്റെ വചനവും അതിശക്തമായി സോഷ്യൽ മീഡിയയിലൂടെയും മറ്റിതര മാധ്യമങ്ങളിലൂടെയും മുഴങ്ങി കേൾക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ സമയത്തും ദൈവവചനമാണ് നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുന്നത്, നമ്മളെ ആശ്വസിപ്പിക്കുന്നത്, നമ്മുടെ മുന്നോട്ടുള്ള ഗമനങ്ങളെ ആ ഗമനങ്ങൾക്ക് ആശ്വാസവും ആനന്ദവുമാക്കി മാറ്റുന്നത് കർത്താവിന്റെ വചനമാണ്. ആ വചനവുമായി നിങ്ങളുടെ മുൻപിൽ ആയിരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിച്ച നല്ല അവസരങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഗിരിപ്രഭാഷണവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് തന്ന ചില വെളിപ്പാടുകൾ, ചില അറിവുകൾ നിങ്ങളുടെ കൈകളിലേക്ക് കൈമാറേണ്ടതിന് പരിശുദ്ധാത്മാവ് തന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സന്ദേശം എനിക്കറിയാം ഇത് കേൾക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഒത്തിരി പേര് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും കർത്താവ് പറഞ്ഞ തന്റെ ശുശ്രൂഷയിൽ താൻ ചെയ്ത ശുശ്രൂഷകളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു മിനിസ്ട്രിയാണ് തന്റെ ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്. എന്തുകൊണ്ടോ ഇന്ന് ഗിരിപ്രഭാഷണം മറ്റുള്ളവര് അതിനെ അകറ്റിക്കളയുന്നു. അങ്ങനെ ആരും പ്രസംഗിക്കാറില്ല. ഗിരിപ്രഭാഷണം ആരും അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. കാരണം ഈ സന്ദേശങ്ങൾ, ഗിരിപ്രഭാഷണത്തിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന സന്ദേശങ്ങൾ ജനത്തെ വൈകാരിക തലത്തിലേക്ക് എത്തിക്കത്തില്ല. ഇവിടെ കൈയടിക്കാൻ ഒന്നുമില്ലായിരിക്കാം, ഇവിടെ ഏറ്റെടുക്കാൻ പ്രവചന ദൂതുകളില്ല, വാക്തത്വങ്ങളില്ല. അങ്ങനെ ഒരു വൈകാരിക തലം ഗിരിപ്രഭാഷണത്തിനകത്തില്ല. അതുകൊണ്ട് തന്നെ
ഇന്നത്തെ പ്രഭാഷകർ ഗിരിപ്രഭാഷണം അങ്ങനെ തൊടുന്നത് വളരെ വിരളമാണ്. ജനങ്ങൾക്ക് ആവശ്യം ഇന്ന് വാക്തത്വങ്ങളും പ്രവചനങ്ങളും അത്ഭുതങ്ങളും, വിശ്വാസികൾക്ക് അത് മാത്രം മതി എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രഭാഷകർ ഗിരിപ്രഭാഷണം അങ്ങനെ പ്രസംഗിക്കാറില്ല. അത് പ്രഭാഷകരുടെ കുഴപ്പമല്ല. അവരുടെ പ്രഭാഷണങ്ങൾ ഓരോന്നും വിജയിക്കണമെന്ന്, അല്ലെങ്കിൽ അത് നല്ലതായി മാറണമെന്നുള്ളത്, ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെടണമെന്നുള്ളത് ഏതൊരു പ്രഭാഷകന്റെയും താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ ഗിരിപ്രഭാഷണം അവർ സ്വമേധയായി പലരും മാറ്റി നിർത്താറുണ്ട്. ഗിരിപ്രഭാഷണത്തിലെ ദൈവിക ദൂതുകൾ പലപ്പോഴും മാറ്റി നിർത്താറുണ്ട്. ഇന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് ഗിരിപ്രഭാഷണത്തിനകത്ത് ചില സത്യങ്ങളിലേക്ക് നമുക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിന് ഞാൻ ഈ ദിവസങ്ങളിൽ എടുത്ത വേദഭാഗം എന്ന് പറയുന്നത് മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളാണ്. ഇന്നത്തെ ഞാൻ എന്തുകൊണ്ട് ഗിരിപ്രഭാഷണം പൊതുവേദികളിൽ നിന്നും, അല്ലെങ്കിൽ ഇന്നത്തെ ആത്മീക യൗവനക്കാരുടെ ആത്മീക തലത്തിൽ നിന്നും, ആത്മീക ശുശ്രൂഷകന്മാരുടെ ഇടയിൽ നിന്നും എന്തുകൊണ്ട് ഗിരിപ്രഭാഷണം മാറ്റി നിർത്തുന്നു എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്ന ഒരു ചിന്ത, ഗിരിപ്രഭാഷണം പ്രസംഗിക്കുന്ന ഒരാളെ മനുഷ്യൻ നോക്കുന്നത്, അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം പ്രസംഗിക്കുന്ന ഒരാൾക്ക് സമൂഹ മധ്യയിൽ ഒരു വിമർശകൻ എന്ന ഒരു പരിവേഷം കെട്ടാൻ ചാൻസ് ഉണ്ട്. വിമർശകനായി അദ്ദേഹത്തെ വിധിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്. കാരണം കാപഠ്യമാകുന്ന ആത്മീകതയെ വളരെ ശക്തമായി എതിർത്ത ഒരു ഭാഗമാണ് ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്. മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ വായിച്ച ഒരു വ്യക്തിക്ക് ട്രൂ സ്പിരിച്വാലിറ്റി, യഥാർത്ഥ ആത്മീകത എന്താണെന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാട് നമുക്കുണ്ടാകും. ആത്മീകത ബാഹ്യ പ്രകടനങ്ങളല്ല, ആത്മീകത പുറത്ത് കാണിക്കുന്നതല്ല, മനുഷ്യനെ കാണിക്കുവാൻ വേണ്ടി പുറത്ത് കാണിക്കുന്ന പ്രകടനങ്ങളല്ല സ്പിരിച്വാലിറ്റി, ആത്മീകത എന്നത്. യേശു കർത്താവ് 3 അധ്യായങ്ങളിൽ ശക്തമായി പ്രസംഗിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണ പരമ്പരയാണ് ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്. ഈ ഭാഗം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇന്നത്തെ ന്യൂ ടെസ്റ്റ്മെന്റ് ബിലീവേഴ്സ്, പുതിയ നിയമ വിശ്വാസികൾ കരസ്ഥമാക്കേണ്ട റെവലേഷൻ ഗിരിപ്രഭാഷണത്തിനകത്തുണ്ട്. നാം ഓരോരുത്തരും പഠിക്കേണ്ട, നാം ഓരോരുത്തരും സായത്തമാക്കാൻ ശ്രമിക്കേണ്ട അനുഗ്രഹിക്കപ്പെട്ട ഉപദേശ സത്യങ്ങളാണ് ഗിരിപ്രഭാഷണത്തിനകത്ത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദ ബേസ്മെന്റ് ഓഫ് ക്രിസ്ത്യാനിറ്റി, ക്രിസ്ത്യാനിത്വത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗിരിപ്രഭാഷണമാണ് പറയുന്നതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. ഗിരിപ്രഭാഷണമാണ് അടിസ്ഥാനം, ആത്മീയതയുടെ അടിസ്ഥാനം. പുതിയ നിയമ വിശ്വാസിയുടെ ബേസ്മെന്റ് എന്ന് പറയുന്നത് ഗിരിപ്രഭാഷണമാണെന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ലാതെ ഞാനത് പറയുകയാണ്. മാനവകുലം പുരോഗതികളുടെ മാറ്റങ്ങൾ മാനവകുലത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രനിൽ വരെ പാർക്കാം, ചന്ദ്രനിൽ വരെ താമസം ഉറപ്പിക്കാമെന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വലിയ കടന്നുകയറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം ഇച്ഛകൾക്ക് വേണ്ടി, സ്വന്തം സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഏതറ്റം വരെ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക്, മനുഷ്യന്റെ വല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് നാം എത്തി നിൽക്കുകയാണ്. സങ്കീർത്തന പുസ്തകത്തിൽ ഞാൻ പരസ്യയോഗങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യൻ. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ, എന്താണ് മാനത്തോടിരിക്കുക? അറിവ് കൊണ്ട്, ജ്ഞാനം കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട്, സമ്പാദ്യം കൊണ്ട് ആകാശത്തോളം എത്തി നിൽക്കുന്ന മനുഷ്യൻ. അവന്റെ വിവേകം അല്പമൊന്ന് മാറിയാൽ
അവൻ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനായിക്കൊണ്ടിരിക്കുന്നു. മൃഗ സ്വഭാവം കാണിക്കുന്ന മനുഷ്യൻ, മൃഗതുല്യനായി മാറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഈ മൃഗതുല്യരായിരിക്കുന്ന മനുഷ്യൻ മൃഗ സ്വഭാവങ്ങൾ കാണിക്കുന്ന ഈ കാലഘട്ടത്തിലും ഏറെ പ്രാധാന്യം അർഹിക്കുന്ന പ്രഭാഷണങ്ങളിൽ ഒന്നാണ് ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന മാന്യ ദൈവമക്കളെ, നിങ്ങൾ അറിഞ്ഞിരിക്കണം ഗിരിപ്രഭാഷണത്തിനകത്തെ ദൈവിക സത്യങ്ങൾ. സോ എന്നെ ഫോളോ ചെയ്യുന്ന, എന്റെ പേജ് ലൈക്ക് ചെയ്ത, എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒട്ടനവധി ദൈവമക്കളോട് ഞാൻ പറയുന്നു, ഗിരിപ്രഭാഷണം വളരെ ശക്തമായി നമ്മൾ കരസ്ഥമാക്കിയിരിക്കണം, അത് സാഹിത്യമാക്കിയിരിക്കണം. ഈ വചന പരമ്പരകൾ, ഈ വചന പഠനങ്ങൾ നിങ്ങളെ ദൈവാത്മാവ് അതിന് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശദമാകുന്ന ഒരു പഠനം നമുക്ക് സാധ്യമല്ല. എൻ്റെ അറിവിനൊത്തും എൻ്റെ ചിന്തകൾക്കൊത്തും ഞാൻ പഠിച്ചു വച്ചിരിക്കുന്ന ദൈവിക വചനത്തിൻ്റെ ആഴത്തിനൊത്തും ഞാൻ ഇന്ന് നിങ്ങളോട് ഈ ദിവസങ്ങളിൽ ഈ ഭാഗങ്ങൾ കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ഈ സന്ദേശങ്ങൾ ശ്രവിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവരെയും കൂടെ ഷെയർ ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്താണ് ഗിരിപ്രഭാഷണം? എന്താണ് ഗിരിപ്രഭാഷണം? ദൈവരാജ്യത്തിനകത്തെ മാനദണ്ഡങ്ങളാണ് ഈ 5, 6, 7 അധ്യായങ്ങളിൽ യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ നിലപാടുകൾ, ദൈവരാജ്യത്തിന്റെ കൾച്ചർ, ദൈവരാജ്യത്തിലെ ജീവിതം എങ്ങനെ നയിക്കണം, ദൈവരാജ്യത്തിന്റെ അജണ്ട എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. യേശു കർത്താവ് ദൈവരാജ്യത്തിന്റെ മഹാരാജാവാണെന്നും ആ മഹാരാജാവ് ദൈവരാജ്യത്തിന്റെ രാജാവ് ആ ദൈവരാജ്യത്തിന്റെ അജണ്ട ദൈവരാജ്യത്തിന്റെ അവകാശികളോട് കൈമാറുന്ന ഭാഗമാണ് ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്. ആരോടാണ് യേശു കർത്താവ് ഇത് പറഞ്ഞിരിക്കുന്നത്? ഈ പ്രസംഗം യേശു കർത്താവ് പ്രസംഗിക്കുന്നത് ആരോടാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. യേശു കർത്താവ് ഈ ഗിരിപ്രഭാഷണം, മലയിൽ യേശു കർത്താവ് പ്രസംഗിക്കുന്ന ഈ പ്രഭാഷണം കേൾക്കുവാൻ രണ്ട് ഓഡിയൻസ് ഉണ്ട്. രണ്ട് ശ്രോതാക്കൾ ഉണ്ട്. അതിലൊന്ന് ശിഷ്യന്മാരാണ്, 2 പുരുഷാരമാണ്. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരും യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങൾ അനുഭവിക്കുന്ന, യേശുക്രിസ്തുവിന്റെ ആശ്വാസ വാക്കുകൾ കേൾക്കുവാൻ കൊതിക്കുന്ന, യേശുക്രിസ്തുവിൽ നിന്നും ഒരു അത്ഭുതം കൊതിക്കുന്ന തന്റെ ജനങ്ങൾ, തന്റെ പുരുഷാരം. അങ്ങനെ 2 ശ്രോതാക്കൾ യേശുക്രിസ്തുവിന്റെ മുൻപിൽ ഈ ഗിരിപ്രഭാഷണം കേൾക്കുവാനുണ്ട്. യേശുക്രിസ്തു ആരോടാണ് യേശു കർത്താവ് ഗിരിപ്രഭാഷണം പറഞ്ഞിരിക്കുന്നത്? 2 കൂട്ടരും ഗിരിപ്രഭാഷണം കേൾക്കുന്നുണ്ട്. നമുക്കറിയാം, മത്തായി സുവിശേഷം 5-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ പുരുഷാരത്തെ കണ്ടപ്പോൾ മലമേൽ കയറി. അപ്പോൾ പുരുഷാരം യേശു കർത്താവിന്റെ മുൻപിലുണ്ട്. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വരുന്നു. അപ്പോൾ തന്നെ പുരുഷാരവും ആ സ്ഥലത്തുണ്ടായിരുന്നു എന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ, അങ്ങനെ ഗിരിപ്രഭാഷണത്തിന്റെ പ്രസംഗം ആരംഭിക്കുകയാണ്. മത്തായി സുവിശേഷം 5-ാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചത്. 2 ശ്രോതാക്കൾ, 1 പുരുഷാരം, 2 തന്റെ ശിഷ്യന്മാർ. യേശു കർത്താവ് ദൈവരാജ്യത്തിന്റെ മാനദണ്ഡങ്ങൾ, ദൈവരാജ്യത്തിന്റെ അജണ്ട, ദൈവരാജ്യത്തിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ള ആ ട്രൂ സ്പിരിച്വാലിറ്റി എങ്ങനെ നയിക്കണമെന്നുള്ള യേശു കർത്താവിന്റെ നിലവാരത്തിലുള്ള, ദൈവത്തിന്റെ നിലവാരത്തിലുള്ള ആ ജീവിതം നയിക്കുവാൻ യേശു കർത്താവ് ആരോടാണ് പറയുന്നത്? നമുക്ക് കുറച്ച് സമയങ്ങൾ അത് ചിന്തിക്കാം. എന്റെ വചനത്തിന്റെ അറിവനുസരിച്ച്, ഞാൻ പഠിക്കുന്ന എന്റെ പഠനമുറിയിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്ന ഒരു സത്യം, യേശു കർത്താവ് ആരോടാണ്
ദൈവരാജ്യത്തിന്റെ അജണ്ടകൾ കൈമാറുന്നത്? യേശു കർത്താവ് ആരോടാണ് ദൈവരാജ്യത്തിന്റെ മാനദണ്ഡം കൈമാറുന്നത്? തന്റെ ശിഷ്യഗണങ്ങളോടാണ്. പുരുഷാരം ഗിരിപ്രഭാഷണം കേൾക്കുന്നുണ്ട് എങ്കിലും യേശു കർത്താവിന്റെ പ്രധാന ശ്രോതാക്കൾ, യേശു കർത്താവ് ഈ സന്ദേശം ഇവർ അറിഞ്ഞിരിക്കണം, യേശു കർത്താവ് ഈ സന്ദേശം യഥാർത്ഥമായി കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നത് തന്റെ ശിഷ്യഗണങ്ങളാണ്. യേശുവിന്റെ വിളി കേട്ട് യേശുവിന്റെ വിളിക്കൊത്തവണ്ണം ഇറങ്ങിത്തിരിച്ച തന്റെ ശിഷ്യഗണങ്ങൾ തന്നെ പോലെയാകുവാൻ, തന്റെ വെളിപ്പാടുകൾ സായത്തമാക്കുവാൻ, തന്റെ ആ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ, ക്രിസ്തുവിന്റെ നിയോഗങ്ങൾ സ്വീകരിക്കുവാൻ, യേശു ക്രിസ്തുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ച തന്റെ ശിഷ്യഗണങ്ങളോടാണ് യേശു കർത്താവ് ഈ ഗിരിപ്രഭാഷണം പ്രസംഗിക്കുന്നത്. ശിഷ്യന്മാരാരാണ് എന്ന ചോദ്യം ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മുടെ പേജിൽ തന്നെ ഞാനിത് സംസാരിച്ചതാണ്. ആരാണ് ശിഷ്യഗണങ്ങൾ? ശിഷ്യഗണങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ പല ആളുകളും 12 അപ്പോസ്തലന്മാരുടെ പേര് പുറംപറമ്പിൽ കിടന്ന നാം തന്റെ കൃപയാൽ നമ്മെ വേർതിരിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രത്വം നമ്മുടെ മേൽ തന്നു. യോഹന്നാൻ സുവിശേഷം 3-ാമത്തെ അധ്യായം 1-ാം യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം എല്ലാവർക്കും സുപരിചിതമാകുന്ന വാക്യമാണ്. കാൺമീ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഏകയാഗമായി മാറി. ഞാൻ ആ വിഷയങ്ങൾ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ ഞാൻ പറയട്ടെ, യേശു കർത്താവിനെ നാം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ, യേശുവിനെ നാം വിശ്വസിച്ചപ്പോൾ, ആ വിശ്വാസത്തിലൂടെ നമുക്ക് ലഭിച്ച 1-ാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് പുത്രത്വമാണ്. അവന്റെ ദൈവ മക്കളാകുവാൻ നമുക്ക് അവകാശം ലഭിച്ചു. 2-ാമത്തെ സ്ഥാനം എന്ന് പറയുന്നത്, അത് മറക്കരുത്, തന്റെ ശിഷ്യത്വം എന്ന് പറയുന്ന ആ വലിയ സ്ഥാനം നമുക്ക് ലഭിക്കുവാനിടയായി. അന്തോക്യയിൽ വെച്ച് സഭയ്ക്ക് ഒരു ഇരട്ടപ്പേരുണ്ടായി. നമുക്ക് എല്ലാവർക്കും അറിയാം, ക്രിസ്ത്യാനി. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അന്ത്യോക്യയിലുള്ള ആളുകൾ സഭയെ കളിയാക്കി വിളിച്ച പേരാണ് ക്രിസ്ത്യാനി എന്നത്. പിന്നത്തേതിൽ ആ പേര് പരിശുദ്ധാത്മാവ് ആ പേരിൽ അറിയപ്പെട്ടു. സഭ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ, ക്രിസ്തുവിന്റെ അനുയായികൾ എന്നാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം, പേര് ആർക്കാണ് ഉണ്ടാകേണ്ടത്? ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ ആരാണ്? ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ തന്റെ ശിഷ്യഗണങ്ങളാണ്. എന്താണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുടെ പ്രത്യേകത? അവർ സ്വയം ത്യജിക്കണം. സകലത്തിനെയും പകച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ശിഷ്യഗണങ്ങളോട് യേശു കർത്താവ് പറഞ്ഞ വാക്കാണ്. മറ്റൊരു വാക്ക് യേശു കർത്താവ് പറഞ്ഞു, എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ശിഷ്യത്വം എന്ന് പറയുന്നത് വലിയ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വലിയ വിഷയം തന്നെയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ക്രിസ്ത്യാനിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ക്രിസ്തു യേശുവിനെ വിശ്വസിക്കുന്നുണ്ടോ? യേശു ക്രിസ്തു ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ? അവന് വേണ്ടി നിങ്ങൾ ജീവിതം മാറ്റിവെച്ചിട്ടുണ്ടോ? അവനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തുവാൻ നിങ്ങൾ കൊതിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം, നിങ്ങളും അവന്റെ ശിഷ്യ ഗണങ്ങളിൽ പെട്ടവരാണ്. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തോടെ വളരുവാനും അവനെ ഉയർത്തുവാനും അവന് വേണ്ടി ജീവിപ്പാൻ, അവനെ പോലെയാകുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യഗണങ്ങളും കൂടിയാണ് നാം ഓരോരുത്തരും. അങ്ങനെയാണെങ്കിൽ ഗിരിപ്രഭാഷണം നമ്മളോടും കൂടിയാണ്
യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്. യേശു കർത്താവ് ഈ സന്ദേശം പറയുന്നത് ദൈവരാജ്യത്തിന്റെ അവകാശം ലഭിച്ച തന്റെ ശിഷ്യഗണങ്ങൾ ദൈവരാജ്യത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് യേശു കർത്താവിന്റെ പ്രധാന ടീച്ചിങ്. ദൈവരാജ്യത്തിന്റെ ജീവിതം എങ്ങനെയാണ്, ദൈവരാജ്യത്തിൽ ജീവിക്കുന്ന ദൈവരാജ്യത്തിന്റെ അവകാശികളുടെ ആത്മീക തലം എങ്ങനെയാണ് എന്ന് വളരെ ശക്തമായി പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഗിരിപ്രഭാഷണം. ആത്മീക രാജ്യമാണ് ദൈവരാജ്യം എന്നുള്ളത്. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഓരോ വ്യക്തിയുടെയും ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ ഭരണം നടക്കുന്നു. അതാണ് ദൈവരാജ്യത്തിന്റെ പ്രത്യേകത. എവിടെയാണ് ദൈവരാജ്യത്തിന്റെ ഭരണം നടക്കുന്നത്? നമ്മുടെ ഹൃദയങ്ങളിലാണ്. എവിടെയാണ് ദൈവരാജ്യത്തിന്റെ ഭരണം നടക്കുന്നത്? നമ്മുടെ ഹൃദയങ്ങളിലാണ്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവന് വേണ്ടി ജീവിക്കുന്ന തന്റെ മക്കളുടെ, തന്റെ ശിഷ്യന്മാരുടെ ഹൃദയങ്ങളിലാണ് ദൈവരാജ്യത്തിന്റെ ഭരണം നടക്കുന്നത്. യേശു കർത്താവ് പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല, എന്റെ രാജ്യം അക്ഷരികമല്ല. എവിടെ പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും എവിടെ സമാധാനവും നീതിയും വെളിപ്പെടുന്നോ അവിടെയാണ് ദൈവരാജ്യം ഉള്ളത്. ഞാന് ദൈവരാജ്യത്തെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ദൈവരാജ്യത്തെ കുറിച്ച് ഓൾറെഡി ഞാൻ മെസ്സേജുകളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ എൻ്റെ ഈ പേജിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന മറ്റ് സന്ദേശങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ദൈവരാജ്യം, കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ആരാണ് ദൈവരാജ്യത്തിന്റെ അവകാശികൾ? യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന, യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിച്ച തന്റെ മക്കളാണ് ദൈവരാജ്യത്തിന്റെ അവകാശികൾ. ഈ ഇന്നത്തെ നമ്മുടെ സന്ദേശവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞാൽ തന്റെ ശിഷ്യഗണങ്ങളാണ് യേശു കർത്താവിന്റെ ദൈവരാജ്യത്തിന്റെ പ്രധാന അവകാശികൾ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നാം അവന്റെ ശിഷ്യഗണങ്ങളാണെന്ന് ഞാൻ മുൻപ് പറഞ്ഞു. നാം ദൈവരാജ്യത്തിന്റെ അവകാശികളാണ്. ദൈവരാജ്യത്തിന്റെ അവകാശികൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു ജ്ഞാനമല്ല സ്പിരിച്വാലിറ്റി, ബാഹ്യ പ്രകടനങ്ങളല്ല സ്പിരിച്വാലിറ്റി. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അതിനൊക്കെ അപ്പുറമാണ്. ജ്ഞാനങ്ങൾക്കും അറിവുകൾക്കും ബാഹ്യ പ്രകടനങ്ങൾക്കും ഒക്കെ അപ്പുറമാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഗിരിപ്രഭാഷണത്തിൽ മത്തായി സുവിശേഷം 5-ാമത്തെ അധ്യായമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിലെ ഒരു കീ വേർഡ് ഉണ്ട്, ഒരു താക്കോൽ പദം എന്ന് വേണമെങ്കിൽ പറയാം. ഏതാണെന്ന് അറിയുമ്പോൾ നീതി എന്ന് പറയുന്ന പദമാണ്. നീതി എന്ന് പറയുന്ന പദവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്ന് ചിന്തിക്കാം. ഗിരിപ്രഭാഷണത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയും തുടർച്ചയായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പദമാണ് നീതി എന്ന് പറയുന്നത്. ഗിരിപ്രഭാഷണത്തിന്റെ കീ വേർഡ് നീതി എന്നാണ്, താക്കോൽ പദം. ഇനി താക്കോൽ വാക്യം ഏതാണെന്ന് വെച്ചാൽ, ഗിരിപ്രഭാഷണത്തിന്റെ താക്കോൽ വാക്യം ഏതാണെന്ന് വെച്ചാൽ മത്തായി സുവിശേഷം 5-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. കവിയുന്ന നീതി, കവിയുക. നീതി എന്ന് പറയുന്ന പദം എന്നാൽ
എന്താണ് നീതി എന്ന് പറയുന്ന പദവുമായി പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ യേശു കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇതിന്റെ യഥാർത്ഥ മീനിങ് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിലുള്ള ജീവിതം, ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ നിലവാരത്തിലുള്ള ജീവിതം. ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്പിരിച്വൽ ലൈഫ്. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുക, ദൈവരാജ്യത്തിന്റെ അവകാശികളോട് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ യേശു കർത്താവ് ഈ കാലഘട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ആത്മീക ജീവിതം പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയണം. കവിഞ്ഞൊഴുകുക എന്ന് പറഞ്ഞാൽ ഒരു നദി കവിഞ്ഞൊഴുകുന്ന ഒരർത്ഥമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന് ഇപ്പോൾ ഒരു ഗ്ലാസ് ഞാൻ എടുത്തു വെച്ചാൽ ആ ഗ്ലാസ്സിന് ഒരു പരിധിയുണ്ട്. അതിനകത്തേക്ക് ഞാൻ വെള്ളം ഒഴിച്ചാൽ ആ ഗ്ലാസ്സിനകത്ത് ഒതുങ്ങുന്ന രീതിയിലുള്ള ഒതുങ്ങുന്ന ഒരു പരിധിയുണ്ട്. ആ പരിധി കവിഞ്ഞു കഴിഞ്ഞാൽ, ആ പരിധി കഴിഞ്ഞാൽ ആ വെള്ളം കവിഞ്ഞൊഴുകുവാൻ തുടങ്ങും. ഇത് തന്നെയാണ് യേശു കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതം, ആത്മീക ജീവിതം, നിങ്ങളിലുള്ള ആത്മീകത പരീശന്മാരുടെയും നീതിയേക്കാൾ കവിഞ്ഞൊഴുകണം. ഇന്ന് ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ഭാഗം, ഈ വാക്യം നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയിടണം. ഈ വാക്യം നിങ്ങളുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാകണം. യേശു കർത്താവ് ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ വാക്യം കേൾക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് ഒന്നും തോന്നത്തില്ല. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയണം എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ഷോക്കിംഗ് ഒന്നുമല്ല. നമ്മളിത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ പറ്റി അല്ലെങ്കിൽ അവരുടെ ആ ജീവിതത്തെ പറ്റി, അവരുടെ സ്പിരിച്വാലിറ്റിയെ പറ്റി വലിയ ഗ്രാഹ്യം എല്ലാവർക്കും ഇല്ല. പക്ഷെ അന്നത്തെ യേശുവിന്റെ ഓഡിയൻസിന് ഇത് വലിയ ഷോക്കിംഗ് ആയിപ്പോയി. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിഞ്ഞാലേ അവരുടെ ആത്മീയതയെ കവിയുന്ന ആത്മീയരായി മാറിയാലേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അത് വലിയ പാടാണല്ലോ, അത് വലിയ കഷ്ടമാണല്ലോ, അത് ഭയങ്കര ടഫായിട്ടുള്ള കാര്യമാണല്ലോ. അവർക്കിത് വലിയ ഷോക്കിംഗ് ആയി മാറി. എന്തുകൊണ്ട് അവർക്ക് ഷോക്കിംഗ് ആവാനുള്ള കാരണം അറിയാമോ? അതിന് പരീശന്മാരെയും ശാസ്ത്രിമാരെയും കുറിച്ച് ഒരു ചെറിയ വിവരണം നിങ്ങൾക്ക് ആവശ്യമാണ്. ആരാണ് പരീശന്മാർ? ആരാണ് ശാസ്ത്രിമാർ? പരീശന്മാർ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ജനനത്തിനും മലാഖിക്കും ഇടയിൽ ഉണ്ടായ ഒരു കൂട്ടരാണ് പരീശന്മാരെന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ നമുക്ക് പരീശന്മാരെ കാണാൻ സാധിക്കില്ല. പരീശന്മാർ ഇതിന്റെ ഇടയിൽ രൂപപ്പെട്ട ഒരു കൂട്ടരാണ് പരീശന്മാർ എന്ന് പറയുന്നത്. ന്യായപ്രമാണത്തിലെ 600-ൽ പരം കൽപ്പനകൾ ശ്രമിച്ച് ജീവിതത്തിൽ സ്വായത്തമാക്കാൻ ശ്രമിക്കുന്നവരാണ് പരീശന്മാർ എന്ന് പറയുന്നത്. ശ്രമകരമാകുന്ന ഒരു ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ശ്രമകരമാകുന്ന ഒരു ആത്മീക ജീവിതം നയിക്കുന്ന ഒരു കൂട്ടരാണ് പരീശന്മാർ എന്ന് പറയുന്നത്. ന്യായപ്രമാണം മുഴുവനും അവർ കരസ്ഥമാക്കിയിരിക്കുകയാണ്. ന്യായപ്രമാണത്തിന്റെ നിയമങ്ങൾക്ക് അപ്പുറമായിട്ട് അവർ ഒന്നും ചെയ്യുകയില്ല. ന്യായപ്രമാണം അവരുടെ ഹൃദയത്തിൽ അവരുടെ ജീവിത ശൈലിയായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവർ ഓരോ നിമിഷവും. എല്ലാവരെയും അവരുടെ കൂട്ടത്തിൽ കൂട്ടുകയില്ല.
ഒരുവൻ പരീശത്വത്തിന്റെ ആ കൂട്ടത്തിലേക്ക് ചേരണമെങ്കിൽ തന്നെ ഭയങ്കര നിബന്ധനകൾ അവരുടെ ഇടയിലുണ്ട്. ന്യായപ്രമാണത്തിലെ കൽപ്പനകൾ അനുസരിക്കുന്ന ആളുകളാണ് പരീശന്മാർ എന്ന് പറയുന്നത്. അത് മാത്രമല്ല പ്രിയമുള്ളവരെ, എല്ലാ കാര്യത്തിനും 4 മടങ്ങ് പദാരം കൊടുക്കുന്നവരാണ് ദശാംശം എന്ന് വേണമെങ്കിൽ പറയാം. ദശാംശം കൊടുക്കുന്നവരാണ് പരീശന്മാർ എന്ന് പറയുന്നത്. 4 മടങ്ങ് ദശാംശം കൊടുക്കുക. അടുത്തത്, ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവാസം ഇരിക്കുക. തെരുക്കോടുകളിലും അവര് ഒരു ടൈം ഷെഡ്യൂൾ വെച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ടൈം ഷെഡ്യൂൾ ഉണ്ട്. എല്ലാ ദിവസവും അവർ പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ അവർക്ക് പ്രാർത്ഥനയ്ക്ക് കൃത്യമായ സമയമുണ്ട്. ആ സമയത്തിൽ അവർ എവിടെയായിരുന്നാലും അവർ ഉറക്കെ പ്രാർത്ഥിക്കും. തെരുക്കോണുകളിൽ പ്രാർത്ഥിക്കും. അവർ ചിലപ്പോൾ തെരുക്കോണുകളിൽ ഇരിക്കുകയായിരിക്കാം, തെരുവുകളിലായിരിക്കാം, അവരെ ചിലപ്പോൾ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലായിരിക്കാം. എവിടെ ആയിരുന്നാലും അവരുടെ കൃത്യസമയത്ത് അവർ പ്രാർത്ഥിക്കും. പ്രകടമാകുന്ന ആത്മീകത മറ്റുള്ളവർക്ക് അവർ മനുഷ്യരുടെ മുൻപിൽ ആത്മീയരാണെന്ന് തെളിയിക്കുന്നവരാണ്. മനുഷ്യർ അവരെ ആത്മീയരെന്നും വിശുദ്ധരെന്നും അംഗീകരിച്ചതാണ്. ഓൾറെഡി അവർ വിശുദ്ധരാണെന്ന് മനുഷ്യർ പ്രഖ്യാപിച്ചതാണ്. ഈ സ്വർഗരാജ്യത്തിൽ ഇങ്ങനെയുള്ളവർക്ക് പ്രവേശനം ഇല്ല എന്ന് യേശു കർത്താവ് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് പറയുമ്പോൾ, സ്വർഗരാജ്യത്തിൽ പോകുവാൻ അവർക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് ചിന്തിക്കുന്ന ജനത്തിന് ഷോക്കിംഗ് ആവും. അടുത്തത് ശാസ്ത്രിമാരാണ്. ശാസ്ത്രിമാർ ഇവരെ പോലെ തന്നെ ന്യായപ്രമാണം പഠിച്ചവരാണ്, ന്യായപ്രമാണം അനുസരിക്കുന്നവരാണ്. കാരണം ഇവർ പുസ്തകം പകർത്തി എഴുതുന്നവരാണ്. എന്ന് വെച്ചാൽ വേദപുസ്തകം, അന്നത്തെ ചുരുളുകൾ പകർത്തുന്നവരാണ്. ഇന്നത്തെ പോലെ പ്രസ്സും ഓഫ്സെറ്റൊന്നും അന്നില്ല. ശാസ്ത്രിമാർക്കാണ് ചുരുളുകൾ പകർത്തി എഴുതുവാനുള്ള അവകാശമുള്ളത്. അത് മാത്രമല്ല, അവർ ലോയേഴ്സാണ്. അവര് ദൈവവചനവുമായിട്ടും ദൈവിക ശാസ്ത്രപരമായിട്ട് ദൈവത്തിന്റെ വചനത്തോടു കൂടെ എപ്പോഴും ജീവിക്കുന്നവരാണ്. അവർക്ക് വേദപണ്ഡിതന്മാരാണ് അവർ. സാധാരണക്കാർക്ക് അറിയാത്ത ദൈവിക ജ്ഞാനം അവരുടെ ഹൃദയങ്ങളിലുണ്ട്. യേശു കർത്താവ് പള്ളിയിൽ താൻ ബാലനായിരിക്കുമ്പോൾ ശാസ്ത്രിമാർക്ക് പോലും ഇല്ലാത്ത റെവലേഷനുകൾ, വചനത്തിന്റെ അറിവുകൾ യേശു കർത്താവ് പറയുന്നത് കേട്ട് അവർ വിസ്മയിച്ചു എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. ന്യായപ്രമാണത്തിന് കൂടെ സഞ്ചരിക്കുന്ന, ന്യായപ്രമാണത്തെ അനുസരിക്കുവാൻ ശ്രമിക്കുന്ന ഈ 2 കൂട്ടർ, അവരുടെ ജീവിതം, അവരുടെ ഈ ആത്മീയത കൊണ്ട് അവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് യേശു കർത്താവ് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണ്. സ്തോത്രം. ഇന്നത്തെ എന്റെ ഈ ആദ്യ ഭാഗത്തിൽ ബിയാറ്റിറ്റ്യൂഡ്സിലേക്ക് കടക്കുന്നതിന് മുൻപ്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നിങ്ങനെ ഗിരിപ്രഭാഷണത്തിന്റെ 2 മുതലുള്ള ഭാഗങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ്, മത്തായി സുവിശേഷം 5-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കാരണം, ഈ ചിന്ത, ഈ ഭാഗം അറിയാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല. യേശു കർത്താവ് ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ സ്പിരിച്വാലിറ്റി മനുഷ്യനെ കാണിക്കുവാൻ, മനുഷ്യന്റെ മുഖം വിളങ്ങേണ്ടതിന്, മനുഷ്യന്റെ പ്രതിഫലം കിട്ടുവാൻ വേണ്ടി
പ്രകടമാകുന്ന സ്പിരിച്വാലിറ്റി അല്ല ദൈവരാജ്യത്തിൽ ദൈവത്തിന് ആവശ്യം. എന്നെ കേൾക്കുന്ന മാന്യ ദൈവമക്കളെ, ഞാൻ വലിയ വിശുദ്ധനായിട്ട് നിങ്ങളുടെ മുൻപിൽ ഇരുന്നാൽ നിങ്ങൾക്ക് എന്നെ വിശുദ്ധനായി വേണമെങ്കിൽ നിങ്ങൾ പ്രഖ്യാപിക്കും. പക്ഷേ മനുഷ്യന്റെ മുമ്പിൽ നിങ്ങൾക്ക് വിശുദ്ധനായി നിൽക്കാം. പക്ഷെ സകലവും അറിയാവുന്ന ദൈവത്തിന്റെ മുൻപിൽ നിങ്ങൾക്ക് വിശുദ്ധനാകുവാൻ സാധിക്കുമോ? സ്തോത്രം. പരീശന്റെ ഒരു പ്രത്യേകത, പരീശൻ മാത്രമാണ് വിശുദ്ധനെന്ന് പരീശന്റെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ട്. യേശു കർത്താവ് പ്രാർത്ഥനയെ കുറിച്ചൊരു ഒരു ഉപമ പറഞ്ഞത് നമുക്കറിയാം. പരീശനും ചുങ്കക്കാരനും യേശു കർത്താവിന്റെ ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുവാനിരുന്നു. രണ്ടുപേരും പ്രാർത്ഥിക്കുവാൻ വേണ്ടി തുടങ്ങി. രണ്ടുപേരുടെയും പ്രാർത്ഥന നമുക്കറിയാം. പരീശനും പ്രാർത്ഥിക്കുന്നു, ചുങ്കക്കാരനും പ്രാർത്ഥിക്കുന്നു. പരീശന്റെ പ്രാർത്ഥനയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാലോ. പരീശൻ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ 4 ഇരട്ടി 4 മടങ്ങ് പ്രദാനം കൊടുക്കുന്നു, ഞാൻ ന്യായപ്രമാണം അനുസരിക്കുന്നു. അങ്ങനെ സ്വന്തമായി കാണിക്കുന്ന ആത്മീയതയെ താൻ ബൂസ്റ്റ് ചെയ്യുകയാണ്. സ്വന്തമായിട്ടുള്ള ആത്മീയതയെ ബൂസ്റ്റ് ചെയ്ത് ലാസ്റ്റ് പറയുകയാണ്, തന്റെ പ്രാർത്ഥനയുടെ അവസാനം എന്താണെന്ന് അറിയാമോ? ഈ ഇരിക്കുന്ന ചുങ്കക്കാരനെ പോലെയല്ല ഞാൻ, ഈ ഇരിക്കുന്ന പാപിയെ പോലെയല്ല ഞാൻ നിന്റെ സന്നിധിയിൽ നിഷ്കളങ്കനാണ്, ഞാൻ നിന്റെ സന്നിധിയിൽ വിശുദ്ധനാണ്. ഇതാണ് പരീശന്റെ മനോഭാവം. ഞാൻ വിശുദ്ധനാണ്, എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ അശുദ്ധനാണ്. ഞാൻ വിശുദ്ധനാണ്, എന്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി അശുദ്ധനാണ്. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്തിരിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ജനം അശുദ്ധരാണ്. ഈ ഒരു മനോഭാവമാണ് പരീശനുള്ളത്. ഈ മനോഭാവത്തെ യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ ശക്തമായി എതിർക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാന്യ ദൈവമക്കളെ, ഗിരിപ്രഭാഷണം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് ഞാനൊരു പരീശനാണോ? ഞാനൊരു പരീശുദ്ധ മനോഭാവമുള്ളവനാണോ? അതോ ദൈവരാജ്യത്തിന്റെ ആ കൾച്ചറിൽ ജീവിക്കേണ്ടവനാണോ? അപ്പോൾ യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ബാഹ്യമായ പ്രകടനങ്ങളല്ല സ്പിരിച്വാലിറ്റി. മീശ വലിക്കുന്നതും വെള്ളഷർട്ടിടുന്നതും, ഇന്നത്തെ ഭാഷയിൽ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ മീശ വലിക്കുന്നതും വെള്ളഷർട്ടിടുന്നതും, ആരോടും മിണ്ടാതെ ഒരു മുറിക്കകത്ത് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും ഒന്നുമല്ല സ്പിരിച്വാലിറ്റി. അവരുടെ വീട്ടിൽ പോകത്തില്ല. അവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് പോരാട്ടം വരും. അവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ യേശു എന്നെ അടിക്കും. അവരുടെ കൂടെ കൂട്ടുകൂടരുത്, ദൈവം എന്നെ ന്യായം വിധിക്കും. സമൂഹത്തിൽ ഒരു ഫാന്റസി, സ്പിരിച്വൽ ഫാന്റസി എന്നൊക്കെ ഞാൻ അതിനെ കുറിച്ച് പറയും. സ്പിരിച്വൽ ഫാന്റസി, ഒരു മായാലോകത്തിൽ, ഒരു സ്വപ്ന ലോകത്തിൽ ജീവിക്കുന്ന ഒരു പ്രകൃതം. അയ്യോ, ഞങ്ങൾ സ്വർഗത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ്, ഞങ്ങൾ നിത്യതയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. നിത്യതയെ ഞാൻ ഒരിക്കലും തള്ളിപ്പറയുന്നവനല്ല, സ്വർഗത്തെ ഞാൻ തള്ളിപ്പറയുന്നവനല്ല. യേശുവിന്റെ 2ാം വരവിൽ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അതുമാത്രമാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞ് അതുമാത്രം ചിന്തിക്കുന്ന സ്പിരിച്വാലിറ്റി. ഞങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. അവന്റെ വീട്ടിൽ പോകഴിഞ്ഞാൽ എന്റെ നിത്യത നഷ്ടപ്പെടും. അവര് നിത്യതയിൽ പോകത്തില്ല, പക്ഷെ ഞാൻ നിത്യതയിൽ എങ്ങനെയെങ്കിലും എത്തിയേ പറ്റൂ എന്ന് പറഞ്ഞ് ശ്രമകരമാകുന്ന ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ
നിങ്ങളുടെ സ്ഥാനം പരിശുദ്ധത്തിന്റെ കൂടെയാണ്. നിങ്ങളുടെ മനോഭാവത്തെ മാറ്റണം. നിങ്ങളുടെ മനോഭാവത്തിന് വ്യത്യാസം ഉണ്ടാകണമെന്നാണ് യേശു കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളോട് ഞാൻ പറയാം, മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനും ദേശത്തിന് മുമ്പിൽ ഒരു വെളിച്ചമായി മാറാനും സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാകാനും യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു. ഈ ദിവസങ്ങളിൽ ഈ ആദ്യത്തെ ഗിരിപ്രഭാഷണത്തിന്റെ ആദ്യത്തെ വീഡിയോയിലൂടെ തന്നെ ഞാൻ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുന്നത്, യേശു കർത്താവ് പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ബാഹ്യ പ്രകടനങ്ങളല്ല സ്പിരിച്വാലിറ്റി. ഞാനൊരു കാര്യം പറയാം, നിങ്ങളൊരു ബാഹ്യ പ്രകടനങ്ങൾ കാണിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഞാനൊരു ആത്മീകനാണെന്ന് ദേശം അറിയണം, അതിനുവേണ്ടി ഞാൻ വെള്ള ഷർട്ടിടും, ഞാൻ ആഭരണം ഊരും, ഞാൻ താടി മീശ മടിക്കും എന്നൊക്കെ പറഞ്ഞൊരു ഫാന്റസിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയെ, നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ജീവിത നിലവാരത്തെ യേശു കർത്താവ് ശക്തമായി എതിർക്കുന്നു. ഈ ദിവസങ്ങളിൽ നമുക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാം, സമൂഹത്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങി ചെല്ലാം, കമ്മ്യൂണിറ്റിയിലേക്ക് നമുക്കൊന്ന് ഇറങ്ങി ചെല്ലാം. കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന ആ വിഷയങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങി ചെല്ലാം. 2020 ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയങ്ങളോട് ഇടപെട്ട ഒരു കാര്യമാണിത്. ഒരു മുറിക്കകത്ത് മാത്രം, അല്ലെങ്കിൽ ഒരു ചർച്ച് ഹാളിനകത്ത് മാത്രം നമ്മുടെ സ്പിരിച്വാലിറ്റി തീരരുത്. യാതൊരു പ്രതിബദ്ധതയും ഇല്ലാതെ യേശുവിന്റെ വരവെങ്കിൽ പെട്ടെന്ന് എടുക്കപ്പെടുമെന്ന് വിചാരിക്കരുത്. നോ. യേശു കർത്താവ് ഇഹലോകത്താക്കി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്ക് യാതൊരു പ്രതിബദ്ധത ഇല്ല എങ്കിൽ, സാമൂഹ്യമായ ഒരു പ്രതിബദ്ധത ഇല്ല എങ്കിൽ, യേശു കർത്താവ് നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആ സമയത്ത് തന്നെ നിങ്ങളെ നിത്യതയിലേക്ക് ചേർക്കണമായിരുന്നു. പക്ഷേ രക്ഷിക്കപ്പെട്ട ആ സമയത്ത് തന്നെ നിത്യതയിലേക്ക് ചേർക്കാതെ ഇഹലോകത്ത് നിങ്ങളെ വെച്ചത് നിങ്ങൾ ഒരു ഫാന്റസിയായിട്ട് ജീവിക്കുന്നത് ലോകം കാണാനല്ല, മറിച്ച് നിങ്ങൾക്ക് സമൂഹത്തോടൊരു പ്രതിബദ്ധതയുണ്ട്. കരുണയില്ലാത്തവരോട് കരുണ കാണിപ്പീൻ. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമായി മാറണം. നിങ്ങളുടെ സൽപ്രവർത്തികളെ കണ്ടിട്ട് ജനം ദൈവത്തെ മഹത്വപ്പെടുത്തണം. സൽപ്രവർത്തി എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യടി കണ്ടിട്ടല്ല, നിങ്ങളുടെ പ്രസംഗം കേട്ടിട്ടല്ല. നോ, ആമേൻ. നിങ്ങൾ മറ്റുള്ളവരോട് കാണിക്കുന്ന, മറ്റുള്ളവരോട് പെരുമാറുന്ന നിങ്ങളുടെ പെരുമാറ്റം കണ്ടിട്ട്, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സ്നേഹം കണ്ടിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു സീസൺ, അങ്ങനത്തെ ഒരു ആത്മീക നിലവാരത്തിലേക്ക് ഈ കാലഘട്ടത്തിൽ മാറണം. കയ്യടി മാത്രമല്ല സ്പിരിച്വാലിറ്റി, പ്രവചനം മാത്രമല്ല സ്പിരിച്വാലിറ്റി, അത്ഭുതം മാത്രമല്ല സ്പിരിച്വാലിറ്റി, ഒരു റൂമിനകത്തുള്ള ബാഹ്യ പ്രകടനങ്ങൾ മാത്രമല്ല സ്പിരിച്വാലിറ്റി, മറിച്ച് സമൂഹത്തിനോട് ഉള്ള ആ പ്രതിബദ്ധതയിലേക്ക് നാം ഓരോരുത്തരും മാറണം. ഞാൻ എൻ്റെ ഈ 2-3 തുടർച്ചയായിട്ടുള്ള 2-3 ലൈവുകളിൽ, പ്രസംഗങ്ങളിലൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു പദമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്: നിങ്ങൾ ലോകത്തിന് വെളിച്ചമായി മാറണം. ഇതാണ് യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഗിരിപ്രഭാഷണത്തിന്റെ ഒരു ഔട്ട്ലൈനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കൈമാറുന്നത്. എൻ്റെ പ്രിയ സുഹൃത്ത്, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ യാക്കൂബ് എന്നെ കാണുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഞാൻ ഒരു കാര്യം പറയാം. ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയ നിലവാരത്തിലേക്ക് നമുക്ക് കയറാം. ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകാം. എന്താണ് മിനിസ്ട്രി എന്നുള്ളത് നമ്മൾ പഠിക്കണം. എന്താണ് സ്പിരിച്വാലിറ്റി എന്നുള്ളത് നമ്മൾക്ക് പഠിക്കണം.
ആ പഠനങ്ങളിലേക്ക് നിങ്ങളെ വീണ്ടും ഞാൻ അടുത്ത ദിവസങ്ങളിൽ സ്വാഗതം ചെയ്യുന്നു. ഈ വചനങ്ങൾ നിങ്ങളെ ബലപ്പെടുത്തുന്നു എന്നുള്ളത് യാതൊരു സംശയമില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകളടച്ച് എന്നോട് കൂടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാമല്ലോ. സ്വർഗപിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കണ്ട എല്ലാവരെയും ദൈവാത്മാവ് അനുഗ്രഹിക്കണം. ഇനി കാണുവാനുള്ളവരെയും പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കണം എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കാണുന്ന എല്ലാവരും പരിശുദ്ധാത്മാവ് മാനിക്കണം. അനേക രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് എൻ്റെ ലൈവുകൾ കാണുന്ന, രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് എൻ്റെ വീഡിയോസ് മെസ്സേജുകൾ കേൾക്കുന്ന അനേകർക്ക് വേണ്ടി ഞങ്ങൾ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യണം. അടുത്ത ദിവസങ്ങളിൽ വലിയ മാന്യതകൾ ഈ സന്ദേശങ്ങൾ കേൾക്കുന്നവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട വൻകൃപകൾ യേശുവിൻ അത്ഭുതങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്യുന്നതിനായി സ്തോത്രം. ഇതുവരെ എന്നെ കണ്ടുകൊണ്ടിരുന്ന സകലരെയും മാനിക്കണം. പ്രാർത്ഥന കേട്ട വൻകൃപകൾ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹ നന്ദി അറിയിക്കുന്നു. എൻ്റെ മെസ്സേജ് വാച്ച് ചെയ്ത, എൻ്റെ മെസ്സേജുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. നാളെ കാണുമ്പോൾ, നാളെയും ഇതേ സമയത്ത് നിങ്ങളുടെ അടുക്കൽ ഇതേ വിഷയമായിട്ട് കടന്നു വരും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.